അതുകൊണ്ട് രാമൻ ചിരിച്ചതുമില്ല, കരഞ്ഞതുമില്ല, ഒന്നും മിണ്ടിയതുമില്ല. എങ്ങോട്ട് പോയി? നീ വരണ ദിക്കിൽ വെച്ച് കാണാമെന്ന് ആര് വിചാരിച്ചു? രാമനെ രണ്ടാമത് വിളിപ്പിച്ചിട്ട് ഈ കാര്യം കൈകേയി പറഞ്ഞപ്പം രാമൻ ഞെട്ടിയോ? രാമൻ്റെ മുഖത്തൊരു വിക്രിയ ഉണ്ടായില്ല എന്ന് 2 തവണ പറഞ്ഞില്ലേ? എന്തായിരിക്കും? എത്ര അടക്കമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു വിക്രിയ വെച്ചൊരു വികാരപാരവശ്യം ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട്? രാമൻ ചിലപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടും ഉണ്ടാവും. ഈ ദശരഥ മഹാരാജാവിൻ്റെ ഉള്ളിൽ ഈ സംഗതി ഇങ്ങനെ മുഴങ്ങുകൊണ്ടാണ് കൈകേയിക്ക് പായസം കൊടുക്കുമ്പോഴും, ധാരാളം പായസം കൊടുത്താൽ കുറച്ചും കൂടി മിടുക്ക് കൂടിയതുണ്ടായാലോ, അപ്പോൾ രാജ്യത്തിനോട് പിടിവലി കൂടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും രാജാവ്. അതുകൊണ്ടാണ് എല്ലാവർക്കും പകുതി കൗസല്യക്ക് അങ്ങോട്ട് കൊടുത്തു. ഉപദ്രവമില്ലാത്തോളാ. ആര്? കൗസല്യ ഒരു ഉപദ്രവകാരിയല്ലല്ലോ. പിന്നെയുള്ള ഇതിൻ്റെ ഏതാണ്ട് 3/4 ഭാഗം ആർക്കെന്നെ കൊടുത്തു? സുമിത്രയ്ക്കും കൊടുത്തു. സുമിത്രയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ലേ? ഇവളെ ഒന്ന് സൂക്ഷിക്കണം. എന്താ കാരണം? ഇവൾ പണ്ടേ കണക്ക് പറഞ്ഞ് വന്നോളാ. ആര്? അതുകൊണ്ട് ആയിരിക്കണം രാജാവ് എന്ത് ചെയ്തത്? അനുചിന്ത്യ ആലോചിച്ച് നോക്കിയിട്ട് ഒടുക്കത്തെ അംശം കൂടി ഇല്ലേ സുമിത്രയ്ക്ക് കൊടുത്തിട്ട് ഒരു ലേശം പേരിനാർക്ക് കൊടുത്തുള്ളൂ. ഇതൊക്കെ കൂടി വെച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ രൂപം കിട്ടിയില്ലേ? അപ്പോൾ ഈ ഭരതൻ്റെ കഥയും രാമൻ്റെ വനവാസവും ഒന്നും പെട്ടെന്നൊരു ദിവസം രാവിലെ മന്ധര വാട്ടർ ടാങ്ക് കഴുകാൻ കയറിയപ്പോൾ ഉണ്ടായത് അല്ല. അതൊരു നിമിത്തം മാത്രമാണ്. ഈ വയ്യായ പണ്ടേ ഉണ്ട്. ഇത് വാൽമീകി രാമായണത്തിൽ മാത്രമേ ഈ വിവരങ്ങളൊക്കെ കിട്ടുള്ളൂ. അധ്യാത്മരാമായണത്തിൽ ഇതൊന്നും നമുക്ക്, അവിടെ മന്ധര മാത്രമാണ് കാരണക്കാരി. ഇത് മന്ധരയല്ല, രാജാവിൻ്റെ ആദ്യം മുതലെയുള്ള കഥകൾ. ഇത് കേട്ടതോടെ ഭരതന് എന്തായിട്ട് തീർന്നു? ഇനി എന്താ ജ്യേഷ്ഠനോട് പറയും? ഭരതൻ ഉറക്കെ നിലവിളിച്ചു, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കരയേണ്ട ഉണ്ണിയെ, സമാധാനമായിട്ടിരിക്കൂ, ഏട്ടനെല്ലാം അറിയാം, ഉണ്ണി ഇതിലൊന്നും പങ്കാളിയല്ല എന്നറിയാം, അതുകൊണ്ട് അച്ഛൻ തന്ന രാജ്യം ഉണ്ണി പരിപാലിക്കൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഭരതന് മനസ്സിലായി ഒരു തരത്തിലും താൻ തെല്ലാതിക്കുന്ന താൻ എന്തായിട്ട് തീർന്നു? സമ്മർദ്ദപ്പെട്ടു. തനിക്ക് പോകാൻ ഒരു വഴി ഇനിയില്ല. ഒടുക്കം കാൽക്കൽ വീണ് നമസ്കരിച്ച്, ജ്യേഷ്ഠൻ്റെ രാജ്യം ഞാൻ ഒരിക്കലും വാഴില്ല. എന്ത് ചെയ്യാം? 14 കൊല്ലം ജ്യേഷ്ഠന് പകരക്കാരനായിട്ട്, കാര്യസ്ഥനായിട്ട്, എന്തായിട്ട്? മുതലാളി കാര്യസ്ഥനെ ഏൽപ്പിച്ചു പോയില്ലേ? അതുപോലെ ഒരു മുതലാളിയുടെ കാര്യസ്ഥനെ പോലെ ആ രാജ്യം ഞാൻ നോക്കി നടത്തിക്കോളാം, ഭരിക്കില്ല. ഏട്ടൻ വരണത് വരെ അതിനെനിക്ക് എന്ത് വേണം? ഏട്ടൻ്റെ മെതിയടി എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ കാൽക്കൽക്ക് വീണ് നമസ്കരിച്ചു. ആ പാവത്തിൻ്റെ ശുദ്ധ മനസ്സ് കണ്ടപ്പം ശ്രീരാമചന്ദ്രസ്വാമി എന്ത് ചെയ്തു? ആ മെതിയടി ഊരിക്കൊടുത്തു. അത് ശിരസ്സിലേറ്റിയിട്ട്, ജ്യേഷ്ഠനാണ് തൻ്റെ ശിരസ്സിൽ, ജ്യേഷ്ഠൻ്റെ പാദങ്ങളാണ് തൻ്റെ ശിരസ്സിൽ എന്ന് കണക്കാക്കിയിട്ടാണ് ഭരതൻ തിരിച്ച് എങ്ങോട്ട് പോകുന്നത്? കൊട്ടാരത്തിലേക്ക്, അയോധ്യയിൽ വന്നിട്ട് അയോധ്യയിൽ താമസിച്ചോ? ഇല്ല. ആ മെതിയടികളെ സിംഹാസനത്തിൽ വാഴിച്ചിട്ട്, പട്ടാഭിഷേകം ചെയ്ത് വാഴിച്ചിട്ട് നമസ്കരിച്ച അനിയനോട് കൂടിയിട്ട് എപ്രകാരത്തിലാണോ രാമൻ കാട്ടിൽ മരവുരി ചുറ്റി ജടകെട്ടി ഭസ്മം ധരിച്ച് സന്യാസിയെപ്പോലെ ഒരു താപസനെ പോലെ കഴിയുന്നത്, അതേ മട്ടിൽ നന്ദിഗ്രാമം എന്ന് പറഞ്ഞ ദേശത്ത് ഒരു ഗുഹയിൽ അങ്ങനെ താപസനെ പോലെ വെറും നിലത്ത് കിടന്ന് അങ്ങനെ കഴിച്ചു കൂട്ടി 14 കൊല്ലം. രാമൻ അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല. എന്താ കാരണം? കാട്ടിൽ സ്വതന്ത്രമായിട്ട് നടന്നാൽ മതി. ഭരതന് ഈ വ്രതവും പരിപാലിക്കണം, രാജ്യവും നോക്കി നടത്തണം. അങ്ങനെ നോക്കി നടത്തി. ഇതാണ് ഭരതൻ്റെ മടക്കയാത്ര. ഇങ്ങനെ ഈ ഭരതൻ തിരിച്ച് കൊട്ടാരത്തേക്ക് എത്തിയതിൻ്റെ ശേഷം രാമനും ലക്ഷ്മണനും സീതയും ചിത്രകൂടത്തിൽ എന്ത് ചെയ്തു? സൂക്ഷിക്കണം കേട്ടോ. കഥ നമ്മുടെ ഇത് വേറൊരു ദിക്കിലേക്ക് തിരിയായി. ആ ഭാഗം നമുക്ക് പറയാനുള്ളത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഭാഗം നമുക്ക് പറയാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.